DreamBakes Delights പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ പേര് ആവശ്യപ്പെട്ടതാണ് ഫോണ്ടന്റ് ആൻഡ് ഗംപേസ്റ്റിന്റെ ബേസിക്സ് അതിന്റെ ഇൻട്രൊഡക്ഷൻ ചെയ്ത് ഒരു വീഡിയോ ചെയ്യണമെന്നുള്ളത്. കേക്ക് ഡെക്കറേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ക്രീം കൊണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് ഒരു പരിധി കൂടുതലൊന്നും ക്രീം വെച്ചിട്ട് നമുക്ക് കേക്കിനെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ നമ്മൾ ഫോണ്ടന്റ് യൂസ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാനാവാത്ത തരത്തിലുള്ള ഡെക്കറേഷൻസ് നമ്മളുടെ ഇമാജിനേഷനും നമ്മുടെ കഴിവും ഒക്കെ അനുസരിച്ച് നമുക്കതിനെ ഏതെല്ലാം തരത്തിൽ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ചുറ്റിലും കാണുന്ന പൂക്കൾ തുടങ്ങി നമുക്ക് ഇഷ്ടമുള്ള ചെറിയ ചെറിയ ആനിമൽസ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ്, കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺ ക്യാരക്ടേഴ്സ്, ഇങ്ങനെയൊക്കെ നമുക്ക് ഈ ഫോണ്ടന്റ് ആൻഡ് ഗംപേസ്റ്റ് യൂസ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്ക് കേക്കിനെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഫോണ്ടന്റ് ഡെക്കറേഷൻസ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് ചിലർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത് ക്രീം കൊണ്ട് കേക്കിനെ ഡെക്കറേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും എളുപ്പമാണ്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ക്ലേ കൊണ്ട് കളിച്ചിട്ടുണ്ട്. ആ കളികളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഫോണ്ടന്റ് ഡെക്കറേഷൻസും ചെയ്യാൻ കൂടുതൽ താല്പര്യപ്പെടും. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ എഡിബിൾ ക്ലേ, അതായത് ഫോണ്ടന്റ് അല്ലെങ്കിൽ ഗംപേസ്റ്റ്, ഇതിന്റെ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഫോണ്ടന്റും ഗംപേസ്റ്റും കണ്ടാൽ എല്ലാം ഒരുപോലെ തന്നെ ഇരിക്കും. എന്നാൽ ഇതിന്റെ രണ്ടിന്റെയും പർപ്പസ് വ്യത്യാസമുണ്ട്. ഇത് ഫോണ്ടന്റ് ആണ്. ഞാൻ സാധാരണ വാങ്ങിക്കുന്ന വിസിയോൺ എന്നൊരു ബ്രാൻഡാണ്. അതുപോലെ സാറ്റിൻ ഐസ് എന്നൊരു ബ്രാൻഡാണ് ഗംപേസ്റ്റ് യൂസ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ കേക്കിനെ കവർ ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. കപ്പ് കേക്ക് കവർ ചെയ്യാനും കേക്ക് കവർ ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ഫോണ്ടന്റ്. ഫോണ്ടന്റ് പെട്ടെന്ന് അങ്ങനെ ഹാർഡ് ആവത്തില്ല. എന്നാൽ ഗംപേസ്റ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ എയറുമായിട്ടുള്ള കോൺടാക്ട് വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഹാർഡായി മാറും. ഇത് നമ്മൾ കേക്ക് കവർ ചെയ്യാനല്ല യൂസ് ചെയ്യുന്നത്. നമ്മൾ നല്ല എഡിബിൾ ഫ്ലവേഴ്സ്, നല്ല കേക്കിൽ ഡെക്കറേറ്റ് ചെയ്യാനുള്ള എഡിബിൾ ഫ്ലവേഴ്സ് ചെയ്യാൻ, അതുപോലെ നേരെ നിൽക്കുന്ന ചെറിയ ചെറിയ മിനിയേച്ചേഴ്സ് അതൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ഗംപേസ്റ്റ് യൂസ് ചെയ്യും. ഈ ഗംപേസ്റ്റ് പെട്ടെന്ന് തന്നെ ഹാർഡായി മാറും. അതുകൊണ്ടാണല്ലോ നമ്മൾ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഫോണ്ടന്റും ഗംപേസ്റ്റും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ നമ്മുടെ വർക്ക് സർഫസ് ഒക്കെ നല്ല ക്ലീൻ ആയിരിക്കണം. കാരണം ഇത് പെട്ടെന്ന് ഡസ്റ്റ് ഒക്കെ പെട്ടെന്ന് ഇത് അബ്സോർബ് ചെയ്ത് വെക്കുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഈവൻ നമ്മുടെ ഡ്രസ്സിൽ നമ്മൾ വൂളൻ ക്ലോത്തോ അങ്ങനെ എന്തെങ്കിലും ഡ്രസ്സൊക്കെ ഇടുന്നെങ്കിൽ അതിൽ ചെറിയ ചെറിയ ഫൈൻ ഹെയർസ് വരെ ഇത് പെട്ടെന്ന് പിടിച്ചെടുക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ അതിനുശേഷം നമ്മൾ എപ്പോൾ ഇത് യൂസ് ചെയ്യുന്നോ, ഫോണ്ടന്റ് ആണെങ്കിലും ഗംപേസ്റ്റ് ആണെങ്കിലും, നമ്മൾ എന്ത് വർക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ട് ഇതിനെ നീഡ് ചെയ്ത് നല്ലൊരു സോഫ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണ്ടന്റ് ഇച്ചിരി ഹാർഡാണെന്നുണ്ടെങ്കിൽ ഇതിനെ ചെറുതായിട്ട് ഒന്ന് മൈക്രോവേവ് ചെയ്യുക, 10 സെക്കൻഡ്. അപ്പോൾ ഇതെടുക്കുക, 10 സെക്കൻഡ്. ഗംപേസ്റ്റും ഫോണ്ടന്റും ഒരേപോലെ തന്നെയാണ്. എടുത്ത് ഒരു 10 സെക്കൻഡ് മൈക്രോവേവ് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് അത് കിട്ടും. അതിൽ കൂടുതൽ ചൂടാക്കരുത്. എന്നിട്ട് പതുക്കെ ഇതുപോലെ ക്രിസ്കോ എന്ന് പറയുന്ന വെജിറ്റബിൾ ഷോർട്ടനിങ് അല്ലെങ്കിൽ ബട്ടർ ആണെങ്കിലും മതിയാവും. ചെറിയൊരു തിൻ ഫിലിം ഇങ്ങനെ കയ്യിലെടുത്ത് നമ്മുടെ കയ്യിൽ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് നമുക്കത് വെച്ച് ഇങ്ങനെ നീഡ് ചെയ്ത് നല്ല സോഫ്റ്റ് ആക്കി എടുക്കാൻ പറ്റും. നീഡ് ചെയ്യുന്നത് നമ്മുടെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ വലിച്ചു നീട്ടുക, എന്നിട്ട് തിരിച്ചു കൊണ്ടുവരിക. ഇങ്ങനെയാണ് നമ്മൾ നീഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഫോണ്ടന്റ് വർക്ക് ചെയ്യുമ്പോൾ ഇതിനെ റോൾ ചെയ്യാനായിട്ട് നമുക്ക് ചെറിയ റോളേഴ്സിന്റെ ആവശ്യമുണ്ട്. ചെറിയ വർക്കൊക്കെ ആണെങ്കിൽ, ചെറിയ ഫ്ലവേഴ്സ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ചെറിയ മിനിയേച്ചറൊക്കെ ചെയ്യാനാണെങ്കിൽ നമുക്ക് ചെറിയതായിട്ട് ഇതിനെ റോൾ ഔട്ട് ചെയ്താൽ മതി. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതുപോലത്തെ ചെറിയ റോളിംഗ് പിന്ന് യൂസ് ചെയ്യാം. ഇനി അല്ല, നമ്മൾ വലിയ കേക്ക് ചെയ്യാനായിട്ട് ഒരു വലിയ 1/2 കിലോ 1 കിലോ ഒക്കെ വരുന്ന സൈസിൽ ഫോണ്ടന്റ് റോൾ ചെയ്യാനാണെങ്കിൽ നമുക്ക് വലിയ റോളിംഗ് പിന്ന് വേണം. അപ്പോൾ ഇതുപോലത്തെ റോളിംഗ് പിന്നുണ്ടെങ്കിൽ നമുക്കിതും ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ക്ലീൻ ആയിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തുമ്പോൾ നമ്മൾ കുറച്ച് മാവ് ഇങ്ങനെ ഡസ്റ്റ് ചെയ്യുമല്ലോ, നല്ല ഇതായിട്ട് കിട്ടാനായിട്ട്. അതുപോലെ നമ്മൾ ഈ വർക്കിനും നമുക്കൊരു ഡസ്റ്റിംഗ് പൗച്ചിൻ്റെ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഇതുപോലത്തെ ഡബ്ബ വാങ്ങിക്കാൻ കിട്ടും, ഇവിടെ നെറ്റുള്ള. അപ്പോൾ ഇതിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് 50-50, അതായത് 1 സ്പൂൺ ഐസിങ് ഷുഗർ ആണെങ്കിൽ 1 സ്പൂൺ കോൺ സ്റ്റാർച്ച്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഡസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഫോണ്ടന്റിൻ്റെയും ഗംപേസ്റ്റിൻ്റെയും ഒക്കെ വർക്ക് ചെയ്യാനായിട്ട്. ഇനി നിങ്ങളുടെ ഫോണ്ടന്റ് കുറച്ച് നാളിരുന്ന് ഇച്ചിരി ഹാർഡായിട്ടുള്ള ഫോണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഡസ്റ്റിങ്ങിന് പകരമായിട്ട് നിങ്ങൾക്ക് ക്രിസ്കോ അപ്ലൈ ചെയ്തിട്ട് റോൾ ചെയ്യാം. ഇനി നിങ്ങളുടെ ഫോണ്ടന്റ് ഒത്തിരി സ്മൂത്ത് ആണെങ്കിൽ ഈ ക്രിസ്കോയ്ക്ക് പകരം നിങ്ങൾ ഈ ഡസ്റ്റിംഗ് പൗച്ചിൽ തന്നെ ഡസ്റ്റ് തന്നെ ഇട്ടിട്ട് വേണം റോൾ ചെയ്യാനായിട്ട്. ഇനി ചെറിയ റോളിംഗ് പിന്നെ എടുത്ത് നമ്മളിങ്ങനെ റോൾ ചെയ്യുന്നു. നമ്മൾ ചപ്പാത്തിയൊക്കെ ചെയ്യുമ്പം തിരിച്ചും മറിച്ചും ഇട്ട് റോൾ ചെയ്യും. പക്ഷെ ഫോണ്ടന്റ് ഗംപേസ്റ്റ് എല്ലാം നമ്മൾ ഒരു സൈഡിൽ മാത്രമേ റോൾ ചെയ്യത്തുള്ളൂ. അപ്പോൾ സ്റ്റിക്കി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെയും കുറച്ച് ഡസ്റ്റ് ഇടുക, പിന്നെയും റോൾ ചെയ്യുക.
ഇനി ഇവിടെ സ്റ്റിക്കി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് ഡസ്റ്റ് എടുത്ത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തൂത്ത് കൊടുത്താൽ അവിടെ പൊട്ടിപ്പിടിക്കാതെ കിട്ടും. ഇങ്ങനെ റോൾ ചെയ്യുന്നു, പിന്നെ തിരിച്ചിടുന്നു, ഇങ്ങനെ റോൾ ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് കട്ടേഴ്സ് വെച്ച് കട്ട് ചെയ്യുമോ അങ്ങനെയൊക്കെ ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ ലെഫ്റ്റ് ഓവർ ബാക്കിയുള്ളതിനെ നമ്മളിങ്ങനെ എടുത്ത് ചുമ്മാ അത് ഇങ്ങനെയൊക്കെ വെക്കാതെ നമ്മളതിനെ നീഡ് ചെയ്ത് പിന്നെയും ഒരു ബോൾ ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു ലോഗ് ഷേപ്പിലാക്കണം. അപ്പോൾ ഇങ്ങനെ നീഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്രിസ്പോ നമ്മുടെ കയ്യിൽ തൂത്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് നന്നായിട്ട് നീഡ് ചെയ്ത് അതിനെ ഒരൊറ്റ ബ്ലോക്ക് ആക്കിയെടുത്ത് അതിന് മുകളിൽ കുറച്ചുകൂടെ ഈ ക്രിസ്കോ അല്ലെങ്കിൽ ബട്ടർ ചെറുതായിട്ട് തൂത്ത് കൊടുത്തതിന് സോഫ്റ്റായിട്ട് പിന്നെ നമ്മൾ ക്ലിംഗ് ഫിലിമിൽ നന്നായിട്ട് കവർ ചെയ്യുക, നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ട് കവർ ചെയ്യുക. എന്നിട്ട് ഇതിനെ ഒരു സിപ്ലോക്ക് ബാഗിലിട്ട് അടച്ച് എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിലിട്ട് നമുക്ക് സൂക്ഷിക്കാം. ഇതൊരിക്കലും നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട കാര്യമില്ല. ഇത് നോർമൽ ടെമ്പറേച്ചർ ഔട്ട്സൈഡ് ആണ് സൂക്ഷിക്കേണ്ടത്. ഗം പേസ്റ്റും ഫോണ്ടന്റും എല്ലാം ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഫോണ്ടന്റിന്റെയും ഗം പേസ്റ്റിന്റെയും ഡിഫറൻസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഗം പേസ്റ്റ് പെട്ടെന്ന് തന്നെ ഹാർഡായി മാറും, എന്നാൽ ഫോണ്ടന്റ് അതുപോലെ പെട്ടെന്ന് ഹാർഡായി മാറില്ലാണ്. നിങ്ങളുടെ കേക്കിൽ നിങ്ങൾക്ക് സ്റ്റാൻഡപ്പ് ആയിട്ടുള്ള നമ്പേഴ്സ് ചെയ്യണം അല്ലെങ്കിൽ ചെറിയ കട്ട് ഔട്ട്സ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഹാർഡായിട്ട് കിട്ടണം. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഡയറക്റ്റ് ഗം പേസ്റ്റ് തന്നെ അതിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഗം പേസ്റ്റ് കയ്യിലില്ലാത്തവർക്ക് ഫോണ്ടന്റ് മാത്രമേ കയ്യിലുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ഫോണ്ടന്റിനെ നമുക്ക് ഇച്ചിരിയും കൂടെ ഹാർഡാക്കി മാറ്റാനായിട്ട് ഒരു CMC പൗഡർ അല്ലെങ്കിൽ ടൈലോസ് പൗഡർ എന്നുള്ളത് വാങ്ങിക്കാൻ കിട്ടും. ഈ പൗഡർ കുറച്ച് ഒരു പിഞ്ച് ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ നമുക്ക് വേണ്ട ആവശ്യമുള്ളത് മാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് ഈ പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ അതുപോലെ നന്നായിട്ട് നീഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ടൈലോസ് പൗഡർ ഉള്ളത് കൊണ്ട് ഈ ഫോണ്ടന്റ് കുറച്ച് പെട്ടെന്ന് തന്നെ ഹാർഡായിട്ട് നമുക്ക് നല്ല കട്ട്ഔട്ട്സ് ഒക്കെ ചെയ്ത് വെക്കാനുള്ള തരത്തിൽ എളുപ്പമായി കിട്ടും. സാധാരണ ഞാൻ യൂസ് ചെയ്യുന്നത് റെഡിമെയ്ഡ് ഫോണ്ടന്റ് ആണ്. ഗം പേസ്റ്റും ഫോണ്ടന്റും ഒക്കെ നമുക്ക് ഹോംമെയ്ഡ് ആയിട്ട് ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കേക്ക് ഓർഡറൊക്കെ അനുസരിച്ച് കൊടുക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ റെഡിമെയ്ഡ് ഫോണ്ടന്റ് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം റെഡിമെയ്ഡ് ഫോണ്ടന്റ് കുറച്ചുകൂടി നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഹോം മെയ്ഡ് ഫോണ്ടന്റിൽ നമുക്ക് പെട്ടെന്ന് ഹാർഡായി പോകുന്ന പ്രശ്നങ്ങളും പിന്നെ ചിലപ്പോൾ നമുക്ക് ആ ടെക്സ്ചർ ഒന്നും കറക്റ്റ് കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ശരിക്കും ഒരു ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റെഡിമെയ്ഡ് ഫോണ്ടന്റ് തന്നെ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി നമുക്ക് നമ്മുടെ ഫോണ്ടന്റ് അല്ലെങ്കിൽ ഗം പേസ്റ്റിനെ എങ്ങനെയാണ് കളർ ചെയ്യുന്നത് നോക്കാം. കളർ ചെയ്യാനായിട്ട് നമുക്ക് സാധാരണ നമ്മുടെ ജെൽ കളേഴ്സ്, നമ്മൾ ഐസിങ്ങിന് യൂസ് ചെയ്യുന്ന ജെൽ കളേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം. ഇതുപോലെ ടൂത്ത് പിക്കിൽ കുറച്ച് കളർ എടുക്കുക. ഈ സമയത്ത് നമ്മുടെ കയ്യിൽ ഒന്നും പറ്റാതിരിക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഗ്ലൗസ് യൂസ് ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ അധികം നമ്മുടെ കയ്യിൽ പറ്റിക്കാതെ നോക്കുക. നമ്മുടെ ഫോണ്ടന്റ് തിക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ക്രിസ്കോ നമ്മുടെ കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നീഡ് ചെയ്ത് നമുക്ക് ഈ കളർ നന്നായിട്ട് കൊടുക്കാൻ പറ്റും. സാധാരണ ഞാൻ ഡാർക്ക് കളേഴ്സ്, അതായത് റെഡ് ബ്ലാക്ക് ഒക്കെ ഞാനിങ്ങനെ റെഡിമെയ്ഡ് ഫോണ്ടന്റ് തന്നെ വാങ്ങിക്കുകയാണ് പതിവ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡാർക്ക് കളർ ഒരു ഫോണ്ടന്റിന് കൊടുക്കാന്ന് പറഞ്ഞാൽ ഒത്തിരി നമ്മൾ കളർ ആഡ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നന്നായിട്ട് നീഡ് ചെയ്യണം. എങ്കിലും നമുക്ക് ആ ബ്രൈറ്റ് ഡാർക്ക് കളേഴ്സ് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇനി വേറൊരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇത് ഡാർക്ക് കളർ ഫോണ്ടന്റ് എടുത്ത് വൈറ്റ് കളർ ഫോണ്ടന്റിന്റെ കൂടെ ചേർത്ത് നീഡ് ചെയ്ത് നമുക്ക് കളർ ചെയ്യാവുന്നതാണ്. രണ്ട് തരത്തിൽ നമുക്ക് കളർ ചെയ്തെടുക്കാം. നന്നായിട്ട് നീഡ് ചെയ്യണം. ഇനി നമ്മുടെ ഫോണ്ടന്റ് വർക്കുകൾ നമ്മൾ ചെയ്യുമ്പോൾ അത് ഫോണ്ടന്റ് കേക്കിലേക്ക് ക്രീം കേക്ക് ആണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് വെച്ചാൽ മതി. ഇനി ഫോണ്ടന്റ് കേക്കിൽ ഫോണ്ടന്റ് കട്ട്ഔട്ട്സ് ഒക്കെ നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു ഗ്ലൂ ആവശ്യമുണ്ട്. സാധാരണ കേസിൽ സോഫ്റ്റ് ഫോണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ രണ്ട് ഫോണ്ടന്റിൽ നമ്മൾ ചേർത്ത് വെച്ചാൽ തന്നെ അറ്റാച്ച്ഡ് ആയി കിട്ടും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ച് വെള്ളം നമ്മളിങ്ങനെ ബ്രഷ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. കുറച്ചുകൂടെ ഹാർഡ് ആയിട്ടുള്ള ഫോണ്ടന്റിന്റെ പീസുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്യാനാണെങ്കിൽ നമുക്ക് എഡിബിൾ ഗ്ലൂ വാങ്ങിക്കാൻ കിട്ടും. ഇനി എഡിബിൾ ഗ്ലൂ നമുക്കില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് വെള്ളം എടുക്കുക. നമ്മുടെ അന്നത്തെ ആവശ്യത്തിനുള്ള കുറച്ച് ഒരു സ്പൂൺ വെള്ളം എടുത്തിട്ട് ഗം പേസ്റ്റ് ഇതുപോലെ കുറച്ച് ഇങ്ങനെ എടുക്കുക. ചെറിയ ചെറിയ ബോളായിട്ട് ചെറുതായിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഈ വെള്ളത്തിൽ. അപ്പോൾ ഈ വെള്ളത്തിൽ കിടന്ന് അത് കുറച്ചങ്ങ് അരിഞ്ഞരിഞ്ഞ് നമുക്കുള്ള ഗ്ലൂ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേണ്ട ഗ്ലൂ നമുക്കിതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ കുറച്ച് ഗം പേസ്റ്റ് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ കുറച്ച് നേരം കഴിയുമ്പോൾ അതങ്ങാലത്ത് നമുക്ക് നല്ല ഗ്ലൂ ആയിട്ട് കിട്ടും. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇച്ചിരി CMC പൗഡർ വെള്ളത്തിൽ ആഡ് ചെയ്തിട്ടാലും മതി. അതും നല്ല ഒരു എഡിബിൾ ഗ്ലൂ ആയിട്ട് നമുക്ക് കിട്ടും.
ഇനി നമ്മൾ ഒരു കേക്ക് കവർ ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് വലിയ ബ്ലോക്ക് ഫോണ്ടന്റ് എടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ യൂസ് ചെയ്തിട്ട് വെച്ചേക്കുന്ന ഫോണ്ടന്റിന്റെ ബാക്കിയാണ്. അപ്പോൾ ഇത് കുറച്ച് ഹാർഡാണ്, എനിക്ക് നീഡ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിനെ ഒന്ന് മൈക്രോവേവ് ചെയ്യുക, ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡ്. അത് കൂടുതലൊട്ടും ചെയ്യരുത്. നേരത്തെ നമ്മളെടുത്ത ഹാർഡായിട്ടുള്ള ഫോണ്ടന്റ് ആണ്. ഇത് ഞാനൊരു 10 സെക്കൻഡ് മൈക്രോവേവ് ചെയ്തപ്പോൾ ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടി. പക്ഷേ സോഫ്റ്റ് ആണെങ്കിലും ഇതിനകത്ത് കുറച്ച് എയർ ബബിൾസ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമ്മൾ നന്നായിട്ട് നീഡ് ചെയ്യണം. അപ്പോൾ നേരത്തെ നമ്മൾ ചെറിയ ക്വാണ്ടിറ്റി ആയപ്പോൾ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ വലിച്ചെടുത്ത് നീഡ് ചെയ്തു. ഇത് വലിയൊരു ബ്ലോക്ക് ആയതുകൊണ്ട് നമ്മുടെ ഈ കൈയുടെ നമ്മൾ ബ്രെഡിൻ്റെ ഒക്കെ ഡോ നീഡ് ചെയ്യുന്ന പോലെ ഈ ഭാഗം കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് വേണം നമ്മളിതിനെ നീഡ് ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു സ്റ്റേജിൽ ഒരിക്കലും നമ്മളിതിനെ റോൾ ഔട്ട് ചെയ്ത് കേക്കിനെ കവർ ചെയ്യാൻ നോക്കരുത്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ക്രാക്ക് വന്ന് സൈഡെല്ലാം ക്രാക്ക് വന്ന് വീഴും. അപ്പം അതുകൊണ്ട് ഇതിനെ നന്നായിട്ട് കുറച്ചുകൂടെ ക്രിസ്പ് നമ്മുടെ കയ്യിൽ തേച്ച് കൊടുക്കുക, അതുപോലെ ഫോണ്ടന്റിൽ തേച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ നീഡ് ചെയ്ത് കൊടുക്കുക. ഇത് ആദ്യമേ എടുത്തപ്പോഴേ ഹാർഡായിട്ടുള്ള ഫോണ്ടന്റ് ആയിരുന്നു. അതുകൊണ്ട് നമ്മളിത് നീഡ് ചെയ്യുമ്പോൾ ഒരിക്കലും ഈ ഡസ്റ്റിംഗ് പൗച്ചിൽ ഡസ്റ്റ് ഇട്ട് നമ്മൾ നീഡ് ചെയ്യാൻ നോക്കരുത്. കാരണം ഡസ്റ്റ് ഇടുന്തോറും നമ്മുടെ ഫോണ്ടന്റ് കൂടുതൽ ഹാർഡായിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ നന്നായിട്ട് ക്രിസ്കോ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ നീഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യം എടുത്തപ്പോഴത്തെ ആ ഒരു ടെക്സ്ചറും ഇപ്പോഴുള്ള ടെക്സ്ചറും തമ്മിലുള്ള നല്ല വ്യത്യാസം കണ്ടോ. അപ്പോൾ നന്നായിട്ട് നീഡ് ചെയ്തതിന് ശേഷം മാത്രം വേണം. കാരണം കുറേ പേരുടെ കംപ്ലൈൻ്റ് ആണ് കേക്കിനെ കവർ ചെയ്യുമ്പോഴത്തേക്കും സൈഡിൽ നിന്ന് ഇങ്ങനെ പൊട്ടി വീഴുന്നു എന്നൊക്കെ ഉള്ളത്. അതിൻ്റെ കാരണം നമ്മൾ നന്നായിട്ട് നീഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് മാത്രമാണ്. ഇനി നമുക്ക് നമ്മുടെ ഈ ഫോണ്ടന്റിനെ കേക്കിനെ കവർ ചെയ്യുന്ന രീതിയിൽ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇട്ട് കൊടുക്കുക. വലിയ റോളിംഗ് പിൻ എടുക്കുക. അതിനുശേഷം ഇങ്ങനെ 2 കൈ യൂസ് ചെയ്ത് ഇങ്ങനെ നമ്മൾ പരത്തി കൊടുക്കുക. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിരിച്ച് മറിച്ചിട്ട് ചെയ്യരുത്, ഒരേ സൈഡിൽ തന്നെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ വലിച്ചെടുക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് പകുതി ഭാഗത്ത് റോളിംഗ് പിൻ ഇങ്ങനെ വെക്കുക. അതിനുശേഷം ഇതിനെ മറിച്ചിടുക, എടുക്കുക, തിരിച്ചിടുക. അപ്പോൾ നമുക്ക് ആ ഡയറക്ഷനൊക്കെ മാറ്റി നന്നായിട്ട് റോൾ ചെയ്തെടുക്കാം. നമ്മൾ ഫോണ്ടന്റ് റോൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ ഹാർഡായിട്ടുള്ള ഫോണ്ടന്റ് ആണെങ്കിൽ ഒരിക്കലും ഡസ്റ്റ് ഇട്ടിട്ട് നമ്മൾ റോൾ ചെയ്യാതിരിക്കുക. അതേസമയം ഒത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള ഫോണ്ടന്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും ഡസ്റ്റ് ഇട്ട് തന്നെ നീഡ് ചെയ്യുകയും ചെയ്യുക, അതുപോലെ തന്നെ റോൾ ചെയ്യുകയും ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കാരണം ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു 2-3 ദിവസം പറഞ്ഞാലും തീരില്ല, അതുപോലെ കാര്യങ്ങളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു കേക്കിനെ നന്നായിട്ട് കവർ ചെയ്യുന്നതെന്നും കവർ ചെയ്യുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടുകൾ എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യുന്നതുള്ളതും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോകളിൽ ചെയ്യുന്നതാണ്. അതുപോലെ ഫോണ്ടന്റ് ഡെക്കറേഷൻസിൻ്റെ ഡീറ്റെയിൽസും എല്ലാം നമ്മൾ ഇനിയുള്ള വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഫൺ വിത്ത് ഫോണ്ടന്റ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. ഫോണ്ടന്റ് ഡെക്കറേഷൻസിനെ കുറിച്ച് കൂടുതൽ അറിയാനും കൂടുതൽ താല്പര്യമൊക്കെ ഉള്ളവർ ആ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഇതുപോലെ തന്നെ ഫോണ്ടന്റിന്റെ ഡിസൈനിങ്ങിനെ കുറിച്ചിട്ട് അറിയാൻ താല്പര്യമുള്ള ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ കേക്ക് റെസിപ്പികളുമായിട്ടും നല്ല കേക്ക് ഡെക്കറേഷൻ വീഡിയോസ് ഒക്കെ ആയിട്ടും ഞങ്ങൾ ഇനിയും വരും. എല്ലാവർക്കും നന്ദി.